സരോഗസി റെഗുലേഷൻ ആക്ട് 2021 ഇന്ത്യയിലെ സരോഗസി മേഖലയെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന സമഗ്രമായ ഒരു നിയമമാണ് സരോഗസി റെഗുലേഷൻ ആക്ട് 2021. സരോഗസിയിലൂടെ സന്താനലബ്ധിക്കായി ശ്രമിക്കുന്ന മാതാപിതാക്കൾക്കും അവരെ സഹായിക്കാനായി എത്തുന്ന സരോഗേറ്റ് മാതാവിനും നിയമപരമായ എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന നിയമമാണ് ഇത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ പുതിയ വീഡിയോ. ലീഗൽ ലിറ്ററസി മിഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബെയർ ആക്ട് ഒന്ന് ഓടിച്ചു നോക്കിയാൽ 8 ചാപ്റ്ററുകളും 54 സെക്ഷനുകളുമാണുള്ളത്. ചാപ്റ്റർ 1-ൽ 2 സെക്ഷനായി ടൈറ്റിലും ഡെഫിനിഷനുമാണ്. ചാപ്റ്റർ 2-ൽ സരോഗസി ക്ലിനിക്കുകൾക്കുള്ള റെഗുലേഷൻ. ചാപ്റ്റർ 3-ൽ 4 മുതൽ 10 വരെ സെക്ഷനുകളായി സരോഗസിക്കും സരോഗസി പ്രൊസീജിയറിനുമുള്ള റെഗുലേഷൻ. ചാപ്റ്റർ 4-ൽ 11 മുതൽ 16 വരെ സെക്ഷനുകളായി സരോഗസി ക്ലിനിക്കുകളുടെ രജിസ്ട്രേഷൻ. ചാപ്റ്റർ 5-ൽ 17 മുതൽ 34 വരെ സെക്ഷനുകളായി വിവിധ സരോഗസി ബോർഡുകളുടെ പ്രവർത്തനം. ചാപ്റ്റർ 6-ൽ 35, 36, 37 വകുപ്പുകളായി അപ്രോപ്രിയേറ്റ് അതോറിറ്റിയുടെ നിയമനം, പ്രവർത്തനം, അധികാരങ്ങൾ ഇവയെക്കുറിച്ചും. ചാപ്റ്റർ 7-ൽ 38 മുതൽ 45 വരെ സെക്ഷനായി സരോഗസി മേഖലയിലെ കുറ്റകൃത്യങ്ങൾ, അതിനേക്കുള്ള ശിക്ഷാ നടപടികൾ എന്നിവയെക്കുറിച്ചും. ചാപ്റ്റർ 8-ൽ 46 മുതൽ 54 സെക്ഷനുകളിലായി ഇതുവരെ പറയാത്ത മറ്റു കാര്യങ്ങളുമാണ് ഈ ബെയർ ആക്ടിൽ കാണുന്നത്. എല്ലാ കുടുംബങ്ങളുടെയും ആവശ്യവും ആഗ്രഹവുമാണ് സന്താനങ്ങൾ ഉണ്ടാവുക, അനന്തരാവകാശികൾ ഉണ്ടാവുക എന്നത്. അത് സ്വാഭാവികമായ ജനനം സംഭവിക്കാതിരിക്കുമ്പോൾ അതിന് സഹായകരമായ ഒരു മാർഗമാണ് സരോഗസി. എന്നാൽ സരോഗസി സംവിധാനത്തിന്റെ പേരിൽ സ്ത്രീകളുടെ ചൂഷണവും വാണിജ്യവൽക്കരണവും വർദ്ധിച്ചു വന്നപ്പോൾ ഭാരത സർക്കാർ 2021-ൽ പാസാക്കിയ നിയമമാണ് സരോഗസി റെഗുലേഷൻ ആക്ട്. അതോടെ വാടക ഗർഭധാരണം എന്ന പേരിൽ നടന്നു വന്ന വാണിജ്യവൽകൃത സരോഗസി നിയന്ത്രിക്കപ്പെടുകയും പരോപകാര ഗർഭധാരണം അഥവാ ഓൾട്രിസ്റ്റിക് സരോഗസി അനുവദിക്കപ്പെടുകയും ചെയ്തു. മാത്രമല്ല, സരോഗേറ്റ് മാതാവിനും അതിനായി ആഗ്രഹിക്കുന്ന ദമ്പതിമാർക്കും എല്ലാവിധമായ നിയമപരമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്നുണ്ട് ഈ നിയമം. അത് നമുക്ക് എന്താണ് സരോഗസി എന്ന് അറിയാം. ഒരു സ്ത്രീ മറ്റൊരാൾക്ക് വേണ്ടി അവരുടെ ഭ്രൂണം ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന രീതിക്കാണ് സരോഗസി എന്ന് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് എല്ലാ സാഹചര്യങ്ങളിലും സാധ്യമാകുന്ന, അനുവദിക്കപ്പെടുന്ന ഒന്നല്ല. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സരോഗസി റെഗുലേഷൻ ആക്ട് ഇത് അനുവദിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ദമ്പതിമാർക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ കുട്ടികൾ ജനിക്കാത്ത സാഹചര്യം ഉണ്ടാവണം. ആയതിനെ സാധൂകരിക്കുന്ന സർട്ടിഫിക്കറ്റും വേണം. ദമ്പതികളിൽ ഭാര്യയ്ക്ക് 23-നും 50-നും ഇടയിലായിരിക്കണം പ്രായം. ഭർത്താവിനാകട്ടെ 26-നും 55-നും ഇടയിലായിരിക്കണം. മുമ്പ് നടന്നിട്ടുള്ള ചികിത്സകളുടെ അടിസ്ഥാനത്തിൽ സരോഗസി ആവശ്യമാണെന്നൊരു സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ഇങ്ങനെ ജനിക്കുന്ന കുട്ടി ആ മാതാപിതാക്കളുടെ ജൈവ സന്താനമായി തന്നെ പരിഗണിക്കപ്പെടും. നിയമപരമായ എല്ലാ അവകാശങ്ങളും ലഭിക്കുകയും ചെയ്യും. ഈ പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും സ്വകാര്യത ഈ നിയമം സംരക്ഷിക്കുന്നുണ്ട് എന്നതും ഒരു വലിയ പ്രത്യേകതയാണ്. എല്ലാവർക്കും ഒരു സരോഗേറ്റ് മാതാവാകാൻ കഴിയും. സരോഗേറ്റ് മാതാവാകാൻ തയ്യാറായി വരുന്ന സ്ത്രീ വിവാഹിതയും സ്വന്തമായി ഒരു കുട്ടിയുടെ മാതാവുമായിരിക്കണം. പ്രായം 25 മുതൽ 35 വയസ്സ് വരെ മാത്രം. ജീവിതത്തിൽ ഒരാൾക്ക് ഒരിക്കൽ മാത്രമേ സരോഗേറ്റ് മാതാവാകാൻ അനുവാദമുള്ളൂ. ശാരീരികമായും മാനസികമായും അവർ ആരോഗ്യമുള്ളവരാണ് എന്നതിന് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. പരോപകാര ഗർഭധാരണത്തിന് തയ്യാറാകുന്ന മാതാവിന് നിയമപരമായ എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തും. മാത്രമല്ല, ഗർഭകാല ചികിത്സ, പ്രസവാനന്തര ചികിത്സ തുടങ്ങിയവയ്ക്ക് 36 മാസത്തെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കും. കുട്ടി ജനിച്ച ശേഷം സരോഗേറ്റ് മാതാവിന് കുട്ടിയുടെ മേൽ യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുകയില്ല. സരോഗേറ്റ് മാതാവിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ഏറെ രഹസ്യമായി സൂക്ഷിക്കുകയും വേണം. സരോഗസി നിയമത്തിലെ 38, 39 വകുപ്പുകൾ സരോഗസി സംബന്ധമായ കുറ്റങ്ങളെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചുമാണ് പറയുന്നത്. അതെന്താണെന്ന് കൂടെ നോക്കാം. വാണിജ്യതലത്തിൽ സരോഗസി നടത്തുക, സ്ത്രീകളെ സരോഗസിക്ക് നിർബന്ധിക്കുക, ഇടനിലക്കാരായി പ്രവർത്തിക്കുക, പരസ്യം നൽകുക
ഇവ കുറ്റകരവും ശിക്ഷാർഹവുമാണ്. ഇത് നിരീക്ഷിക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനും പരാതി പരിഹരിക്കുന്നതിനും ഒക്കെയായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സരോഗസി ബോർഡുകൾ നിലവിലുണ്ട്. സരോഗസി നിയന്ത്രണ നിയമത്തെക്കുറിച്ച് ഒരു ആമുഖം മാത്രമാണ് ഈ വീഡിയോയിലുള്ളത്. പൂർണ്ണമായ നിയമം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രത്യേകമായി ചേർത്തിട്ടുണ്ട്. ഇനി സരോഗസിയിൽ ആഗ്രഹിക്കുന്ന ദമ്പതിമാർക്ക് അതിനുള്ള അനുവാദം എവിടെ നിന്ന് ലഭിക്കും, എങ്ങനെ ലഭിക്കും തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത 2 വീഡിയോകളായി നമ്മൾ ചർച്ച ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്താം. ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക.